ഇപ്പം നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ കേരളത്തിലെ ഇന്നേ വരെയും ഒരു യൂട്യൂബേഴ്സും ചെയ്യാത്ത കേരളത്തിലുള്ള ഒരു ലക്ഷറി പ്രീമിയം കാർ വെഹിക്കിൾ ഷോപ്പുണ്ട്. ലംബോർഗിനി, ഫെറാരി, BMW, ഓഡി, ആസ്റ്റൺ മാർട്ടിൻ തുടങ്ങി ബെൻലി, റോൾസ് റോയ്സ് തുടങ്ങിയ വൻ കളക്ഷൻസ് അടങ്ങിയ ഒരു വലിയൊരു ലക്ഷറി കാറിൻ്റെ ഷോറൂം ഉണ്ട് കേരളത്തിൽ. അപ്പം നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ ആ ഒരു ഷോറൂമിൻ്റെ വീഡിയോ വൈകാതെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10,000 സബ് ആകുമ്പോഴത്തേക്കും നമ്മളെ ലക്ഷറി കാസായ ബെൻസ്, BMW, റോൾസ് റോയ്സ്, ഫെറാരി, ലംബോർഗിനി തുടങ്ങിയ കാറുകളുടെ പ്രീ ഓൺഡ് വൻ വിലക്കുറവിൽ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു ലക്ഷറി ഷോപ്പ് ഉണ്ട്. ഇന്നേ വരെയും ഒരു യൂട്യൂബേഴ്സ് ആ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ അവർ വീഡിയോ ചെയ്യാനുള്ള അനുവാദം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണുക. നമുക്കിന്ന് ഫറാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിത് യൂസ്ഡ് ബൈക്കിൻ്റെ ഷോപ്പാണ്. എറണാകുളത്താണ്. എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ 550 ഫ്രണ്ടിൽ തന്നെയാണ് ബൈക്ക് മാർട്ട് എന്ന് പറഞ്ഞ സ്ഥാപനം ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ ഏകദേശം എല്ലാത്തിനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലോണായിട്ട് എടുക്കാൻ പറ്റും. അത് 2017-16 ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ലോണിലൂടെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത സവിശേഷത. പിന്നെ നമുക്ക് ഈ വണ്ടികളെല്ലാം നിങ്ങൾക്ക് വന്ന് ഓടിച്ച് നോക്കി 100% ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാം. പിന്നെ ഒന്ന് ലോണായിട്ട് എടുക്കാം. വണ്ടി എല്ലാം സർവീസ് എല്ലാം നോക്കി എല്ലാം ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് അതിനുള്ള സർവീസ് സെൻറ്റർ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് വണ്ടി എടുക്കാൻ പറ്റും. പിന്നെ ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവുകളും ഏകദേശം നമുക്ക് 6ഓളം ഫിനാൻസിൻ്റെ എക്സിക്യൂട്ടീവ് ഇവിടെ ഉണ്ട്, സ്പോട്ടിൽ തന്നെ ഉണ്ട്. വണ്ടി നിങ്ങൾ വന്നാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ലോൺ അന്ന് തന്നെ റെഡിയാക്കി, ലോണൊക്കെ റെഡിയാക്കി അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാൻ പറ്റും. അപ്പോൾ എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ബുള്ളറ്റുകളുണ്ട്, അതേപോലെ തന്നെ മൈലേജ് വണ്ടികളുണ്ട്, സ്കൂട്ടറുകളുണ്ട്. എല്ലാത്തരം വണ്ടികളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ലോണിന് വേണ്ടുന്നത് ആദ്യം പറഞ്ഞുതരാം. ലോണിന് വേണ്ടുന്നത് അധികം ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ബാങ്കിൻ്റെ പാസ്ബുക്കും ആധാർ കാർഡും ഫോട്ടോയും, അതേപോലെ പാൻ കാർഡ് ഉള്ളവരാണെങ്കിൽ പാൻ കാർഡും ഉണ്ടെങ്കിൽ ലോൺ എടുക്കാം. പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിലെ കറണ്ട് ബില്ലോ അതുപോലെ ഇലക്ഷൻ ID കാർഡോ റേഷൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൂഫും കൂടി അഡീഷണൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ അധികം വണ്ടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് വരിക, വണ്ടി ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങൾ ലോണിന് മറ്റേ നിങ്ങളുടെ പേരിലേക്ക് മാറി തരുന്ന കാര്യം അടക്കം നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ ഈ വണ്ടിക്ക് മുൻപ് എന്തെങ്കിലും ക്യാമറ ഫൈനോ മറ്റുള്ള എന്തെങ്കിലും ഫൈനുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം നമ്മളിവിടെ നിന്ന് ക്ലിയർ ചെയ്ത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരുന്ന ചിലവുകളെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ റേറ്റ് പറയുന്നത്. വേറെ അഡീഷണൽ ചാർജസ് ഒന്നും വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വണ്ടികളിലേക്ക് വരാൻ കുറച്ച് പ്രീമിയം വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കാകുമ്പോൾ പിന്നെ ബുള്ളറ്റിൻ്റെ തന്നെ ഹണ്ടർ എന്ന് പറഞ്ഞ മോഡലാണ്. 2023 ഹണ്ടറാണ് ഇരിക്കുന്നത്. ഏകദേശം 1,52,000 രൂപ വിലയാണ് വരുന്നത്. അത് ഏകദേശം നല്ല വണ്ടികളാണ്. ഏകദേശം 1,52,000 രൂപ, ഏകദേശം ഒരു 32,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ലോണായിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത ബുള്ളറ്റ് 2020 മോഡൽ ബുള്ളറ്റാണ്. സ്റ്റാൻഡേർഡ് ക്ലാസിക്കാണ്. ക്ലാസിക് ABS വരുന്ന ഈ വണ്ടിയുടെ വില 1,28,000 രൂപയാണ്. നല്ല വണ്ടിയാണ്. ഏകദേശം ഒരു 20,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പിന്നെ ബുള്ളറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ ബുള്ളറ്റാണ്. 1999 മോഡലാണ്. 2030 വരെ പേപ്പറുകൾ 30 വരെ പേപ്പറുകളെല്ലാം ക്ലിയറാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം വെറും 85,000 രൂപയ്ക്ക് പഴയ മോഡൽ ബുള്ളറ്റ് ഇത്രയും നല്ല കണ്ടീഷനായിട്ട് സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടി വെറും 85,000 രൂപയ്ക്ക് പഴയ മോഡൽ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്കുള്ള വണ്ടി. സാധാരണ മോഡലല്ല, പഴയ മോഡൽ ബുള്ളറ്റാണ്. 999 മോഡലാണ്. 2030 വരെ പേപ്പറുകളെല്ലാം ക്ലിയറാണ്. പിന്നെ അടുത്ത് വരുന്നത് അത് ആ പഴയ മോഡലായിട്ട് ലോൺ കിട്ടില്ല. അടുത്ത് വരുന്നത് 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. നമുക്ക് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അടുത്ത് 2019 മോഡൽ ബുള്ളറ്റാണ്. 2019 മോഡൽ വണ്ടി 1,15,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷനാണ്. പിന്നെ ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് 1,15,000 രൂപ. അടുത്തതാണെങ്കിൽ 2018 മോഡൽ ബുള്ളറ്റാണ്. നമുക്ക് 1,02,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി നല്ല തിളങ്ങി നിൽക്കുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഇതും നമുക്കൊരു 20 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. ഒരു 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും. അടുത്തത് വരുന്നത് പിന്നെ R15 ആണ്. R15 2020 മോഡലാണ്. മോൺസ്റ്റർ എഡിഷനാണ്. ടയർ 2 നല്ലതാണ്. ഏകദേശം 32,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് 1,25,000 രൂപയ്ക്ക്
നമുക്ക് ഈ വണ്ടി കൊടുക്കാം 1,25. വെറും 20,000 രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നല്ല കണ്ടീഷനായിട്ടുള്ള R15 എടുക്കാൻ പറ്റും. വണ്ടി വന്ന് ഓടിച്ച് നോക്കി 100% ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുത്താൽ മതി. അത്രയും നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ RS 2021 മോഡൽ RS 200 ആണ്. ബജാജിൻ്റെ RS 200 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 13,000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. ABS വരുന്ന ഈ വണ്ടി. അതേപോലെ തന്നെ എക്സ്പൾസ് 2020 വണ്ടിയാണ്, 90,000 രൂപ. അതേപോലെ തന്നെ 2023 വണ്ടി, ഇതൊക്കെ വെറും 20,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച 23 വണ്ടിയാണെങ്കിൽ 1,23,000 രൂപയാണ് വില വരുന്നത്. ഏകദേശം നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. എക്സ്പൾസിൻ്റെ 4V ആണിത്. ഇത് എക്സ്പൾസിൻ്റെ 2V ആണ്. വണ്ടിയുടെ വില 90,000 രൂപ, 1,23,000 രൂപ. അതേപോലെ തന്നെ 2020 മോഡൽ 2019-20 മോഡൽ വണ്ടിയാണ്. MT ബ്ലാക്ക് കളർ, നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. നല്ല വണ്ടി തന്നെയാണ്. ഏകദേശം കിലോമീറ്റർ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. 2019-20 വണ്ടിയാണ്. 40,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടിയുടെ വില വരുന്നത് വെറും 1,20,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 1,20,000 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഏകദേശം ഒരു 20-25 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് MT എടുക്കാം. 20,000 രൂപ ഉണ്ടെങ്കിൽ MT എടുക്കാം. ഇത് 2024 മോഡൽ, വെറും 10,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന 220 ആണ്. 2024 വണ്ടിയാണ്. നമുക്ക് 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. 2024 220 പൾസറാണ്. ഒരു പോറൽ പോലും ഇല്ല. അത്ര നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 10,000 കിലോമീറ്റർ താഴെയാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടിയുടെ വില 1,20,000 രൂപ. അതേപോലെ തന്നെ അവഞ്ചർ ഉണ്ട്. അവഞ്ചർ ക്രൂസ് 220 ആണ്. 220 ക്രൂസാണ്. എല്ലാ അഡീഷണൽ ഫിറ്റിങ്സും ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ള ഈ വണ്ടി വെറും 36,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 36,000 രൂപയ്ക്ക് 2017 ആണ്. ലോണും കിട്ടും. ഏകദേശം നമുക്കൊരു 10 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറെ കുറേ അധികം വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ ബുള്ളറ്റുകളൊക്കെ ഉണ്ട്. വന്ന ബുള്ളറ്റുകളൊക്കെയാണിത്. അപ്പോൾ കൊടുക്കുക. അടുത്തത് ബുള്ളറ്റിൻ്റെ പുതിയ മോഡലാണ്. പുതിയ മോഡൽ ഡെസർട്ട് സ്റ്റോൺ കളർ, ABS വരുന്ന വണ്ടി. നല്ല പക്കാ കണ്ടീഷനായിട്ടുള്ള വണ്ടി. 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം നമുക്ക് 1,25 കൊടുക്കാൻ പറ്റും. 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 20 രൂപ അടച്ചു കഴിഞ്ഞാൽ നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല പക്കാ കണ്ടീഷനായിട്ടുള്ള വണ്ടി. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതുകൂടാതെ വീണ്ടും ഒരു ബുള്ളറ്റ് തന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന വണ്ടിയാണ്. ഇതും ഏകദേശം നല്ല വണ്ടി തന്നെയാണ്. 32,000 കിലോമീറ്റർ. അതേപോലെ തന്നെ ABS കാര്യങ്ങളൊക്കെ വരുന്ന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില 1,20,000 കൊടുക്കാം. 1,20 കൊടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 15 രൂപ ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുള്ളറ്റ് സ്വന്തമാക്കാം. അപ്പോൾ ബുള്ളറ്റിൻ്റെ ഏകദേശം കഴിഞ്ഞു. നമുക്കിനി അപ്പുറത്തേക്ക് പോകാം. 2017 മോഡല് ഹോണ്ടയുടെ യൂണിക്കോൺ ആണ്. നല്ല വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 48,000 രൂപയ്ക്ക് നമുക്ക് ഈ യൂണിക്കോൺ കൊടുക്കാം. ഏകദേശം ഒരു 15 രൂപ 10 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ NS 200 2018 മോഡലാണ്. വണ്ടിയുടെ വില വെറും 70,000 രൂപ വരുള്ളൂ. 70,000 രൂപ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ ഇനി സ്കൂട്ടറുകളാണ്. ഇഷ്ടംപോലെ സ്കൂട്ടറുകളൊക്കെ അവൈലബിൾ ആണ്. 2019 ആക്സസ് ഉണ്ട്. 2019 ആക്സസിൻ്റെ വില 2019 ഒരു മിനിറ്റ് 19 മോഡല് ആക്സസിൻ്റെ വില പറഞ്ഞത് വെറും നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ സൂം ഉണ്ട്. ഹോണ്ടയുടെ ഹീറോയുടെ സൂം എന്ന് പറഞ്ഞ വണ്ടി 2023 വണ്ടിയാണ്. 68,000 രൂപ വണ്ടിയുടെ വില. ഏകദേശം 8,000 രൂപ അടച്ചെടുക്കാം. അതേപോലെ തന്നെ 2018 മോഡൽ ഹോണ്ടയുടെ ഡിയോ വണ്ടിയുടെ വില 45,000 രൂപയാണ്. നമുക്ക് ഏകദേശം ഒരു 7,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം. 2015 മോഡൽ ഡിയോയാണ്. 2017 ശേഷം വരുന്ന വണ്ടികൾക്കാണ് ലോൺ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 2015 വണ്ടിയാണ്, അതിന് ലോൺ കിട്ടില്ല. വണ്ടിയുടെ വില വെറും 32,000 രൂപ മാത്രം. അത് 2017 മോഡൽ ഡിയോയാണ്. നമുക്ക് ഏകദേശം വില 42,000 രൂപയാണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയുടെ വില 42,000 രൂപ. അതേപോലെ തന്നെ 2022 മോഡൽ ഹോണ്ടയുടെ ഡിയോയാണ്. വണ്ടിയുടെ വില 70,000 രൂപയാണ്. നമുക്കൊരു 7,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അടുത്ത ഡിയോ തന്നെ 2019. ഡിയോയുടെ തന്നെ നമുക്ക് കുറേ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട്. 2019 മോഡൽ വണ്ടിയാണ്. 2019 മോഡൽ വണ്ടിയുടെ വില വെറും 52,000 രൂപ. 7,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഈ വണ്ടി എടുക്കാം. അടുത്ത TVSൻ്റെ ജൂപ്പിറ്റർ ആണ്. 2023 വണ്ടിയാണ്. 67,000 രൂപയാണ് വണ്ടിയുടെ വില വരുന്നത്. 7,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാം. അടുത്ത് 2022 നല്ല കണ്ടീഷനായിട്ടുള്ള ബ്ലാക്ക് കളർ TVSൻ്റെ ജൂപ്പിറ്റർ ആണ്. ഇതാണെങ്കിൽ നമുക്കൊരു 66,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 6,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതേപോലെ തന്നെ ഫാസിനോ 2018 മോഡൽ ഫാസിനോയാണ്. നമുക്ക് ഏകദേശം 42,000 രൂപയ്ക്ക് കൊടുക്കാം. 7,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് ലോണായിട്ട് എടുക്കാം. അതുകൊണ്ട് ഹീറോയുടെ പ്ലഷർ എന്ന് പറഞ്ഞ മോഡലാണ്. പ്ലഷറിൻ്റെ
പ്ലഷർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ്, പുതിയ മോഡൽ പ്ലഷറാണ്. 2022 വണ്ടിയാണ്. വെറും 54,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 54,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 7,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അതേപോലെ തന്നെ എൻടോർക്ക് 2023 എൻടോർക്കാണ്. 82,000 രൂപയാണ് വില. നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഒരു 10 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ഈ വണ്ടി എടുക്കാം. അടുത്ത വീണ്ടും ഡിയോ ഉണ്ട്. 2022 ഡിയോയാണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഷോറൂം കണ്ടീഷനായിട്ടുള്ള 22 ഡിയോ. വെറും 70,000 രൂപ മാത്രമേ ഉള്ളൂ വില വരുന്നത്. 70 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 7,000 രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാം. വണ്ടിയുടെ ലോൺ അടവ് ഏകദേശം 2,500 ആ റേഞ്ചൊക്കെ വരുള്ളൂ. അതേപോലെ തന്നെ മാസ്ട്രോ 2022 മാസ്ട്രോയാണ്. നമുക്ക് 35,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നമുക്ക് ഈ മാസ്ട്രോ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2013 മോഡൽ ആക്റ്റീവ ലോൺ കിട്ടില്ല. ഏകദേശം ലോൺ കിട്ടാത്ത വണ്ടിയാണ്. 22,000 രൂപയ്ക്ക് 2013 കൊടുക്കാം. അതേപോലെ തന്നെ 2012 മോഡൽ ആക്റ്റീവ വെറും 16,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2019 ആക്റ്റീവ ഉണ്ട്, നല്ല വണ്ടിയാണ്. ഇതാണെങ്കിൽ 50,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അതേപോലെ തന്നെ ഞാൻ അപ്രില 2017 മോഡൽ അപ്രിലയാണ്. 2017 മോഡൽ അപ്രിലയുടെ വില വെറും 32,000 രൂപ മാത്രം. ഏകദേശം 6,000-7,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. അതേപോലെ തന്നെ മാസ്ട്രോ 2013 മോഡൽ മാസ്ട്രോയാണ്. 20,000 രൂപയ്ക്ക് എടുക്കാം. അതേപോലെ തന്നെ എൻടോർക്ക് 2021 മോഡൽ എൻടോർക്കാണ്. നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ സൂപ്പർ സ്പോട്ട് എൻടോർക്ക് 70,000 രൂപ, നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ TVS വിഗോ 2011 മോഡൽ 15,000 രൂപ. അതേപോലെ 2019 മോഡൽ പ്ലഷർ 28,000 രൂപ. അതേപോലെ തന്നെ സ്കൂട്ടി പേപ്പർ 2020 മോഡൽ വണ്ടിയാണ്. 37,000 രൂപ. 7,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചെടുക്കാം. മാസ്ട്രോ 2018 മോഡൽ വണ്ടി 28,000 രൂപ. 8,000 രൂപ അടച്ചാൽ മതി. പിന്നെ ഇനിയുള്ളത് നമുക്ക് മുഴുവൻ ബൈക്കുകളാണ്. അതുപോലെ തന്നെ സ്പ്ലെൻഡർ 2023 സ്പ്ലെൻഡർ നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. 67,000 രൂപയ്ക്ക് നമുക്ക് സ്പ്ലെൻഡർ കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 7,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചായി. അത് 2023 വണ്ടിയാണ്. 23 വണ്ടി 70,000 രൂപയാണ് വില. 70,000 രൂപയാണ് വണ്ടിയുടെ വില. ഏകദേശം നമുക്കൊരു 15 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും. അതേപോലെ തന്നെ പാഷൻ പ്ലസ് 2008 വണ്ടിയാണ്. 2008 റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് 2028 വരെ പേപ്പറുള്ള ഈ വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 18,000 രൂപയ്ക്ക് നല്ല വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ ഹോണ്ട ഷൈൻ SP 2021 മോഡൽ വണ്ടിയാണ്. നമുക്ക് വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റിൽ നല്ല കണ്ടീഷൻ വണ്ടി എടുക്കാം. അത് 2024 സൂപ്പർ സ്പ്ലെൻഡർ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. പുതുപുത്തൻ വണ്ടിയാണ്. 24 വണ്ടി നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം 7,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. നല്ല നീറ്റ് വണ്ടിയാണ്. അതേപോലെ തന്നെ യൂണിക്കോൺ 2008 യൂണിക്കോണാണ്. വെറും 25,000 രൂപയ്ക്ക് റീടെസ്റ്റ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്ന വണ്ടിയാണ്. എല്ലാ പേപ്പറുകളും ക്ലിയറാണ്. 2029 വരെ പേപ്പറെല്ലാം ക്ലിയറാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് വെറും 25,000 രൂപയ്ക്ക് എല്ലാ ഭാഗവും പുത്തനാണ്. അതുപോലെ തന്നെ 2020 മോഡൽ ഹീറോയുടെ ഗ്ലാമർ 50,000 രൂപയ്ക്ക് കൊടുക്കാം. ഹീറോ ഗ്ലാമർ 2020 മോഡൽ വണ്ടി വെറും 50,000 രൂപ. അതേപോലെ തന്നെ ഗ്ലാമറല്ല, പാഷൻ പ്രോയാണ്. സോറി, തെറ്റിപ്പോയി. ഇതും പാഷൻ പ്രോയാണ്. 3 പാഷൻ പ്രോ നമ്മുടെ ഇരിപ്പുണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. 2022 മോഡൽ പാഷൻ പ്രോ വെറും 60,000 രൂപ. അത് 2023 മോഡൽ പാഷൻ പ്രോ വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. 70,000 രൂപ. അതേപോലെ തന്നെ ഹീറോയുടെ ഗ്ലാമർ 2012 വണ്ടിയാണ്. വെറും 20,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസറിൻ്റെ 180F എന്ന് പറയുന്ന മോഡൽ 220യുടെ കിറ്റൊക്കെ ഉള്ള ടൈപ്പ് 180F നല്ല കണ്ടീഷനായിട്ടുള്ള ഈ 180F വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഫൈനൽ റേറ്റ് ഏകദേശം 47,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 47,000 രൂപ. അതേപോലെ തന്നെ ഇതിനാണെങ്കിൽ നമുക്കൊരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2017 മോഡൽ ഹോണ്ട ഷൈൻ ഉണ്ട്. 2017 മോഡൽ ഹോണ്ട ഷൈൻ ഉണ്ട്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഒരെണ്ണം നമുക്ക് 5,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. 19 മോഡൽ ഹോണ്ടയുടെ യൂണിക്കോൺ ABS ഉള്ള വണ്ടി നമുക്ക് വെറും 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം ഒരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ യൂണിക്കോൺ എടുക്കാം. അതേപോലെ തന്നെ FC ആണ്. 2022 FC ആണ്. നല്ല കണ്ടീഷനായിട്ടുള്ള ഈ FC നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 88,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. അതേപോലെ തന്നെ 2019 മോഡൽ FC-യുടെ വെർഷൻ 3 മോഡൽ വണ്ടിയാണ്. വെർഷൻ 3 മോഡൽ ഈ FC നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം നമുക്കൊരു 60,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ FC 2021 മോഡൽ വണ്ടി വെറും 70,000 രൂപ. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ 2022 88,000 രൂപയാണ് വണ്ടിയുടെ വില. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റും. നല്ല വണ്ടി, നീറ്റ് വണ്ടി. അതേപോലെ തന്നെ 2019 മോഡൽ FC-യുടെ വെർഷൻ 2 മോഡൽ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത്
2019 മോഡൽ ഈ വണ്ടിയുടെ വില വെറും 65,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന വില. ഏകദേശം 60,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും. 4 മോഡൽ പൾസറാണ്, 2024 പൾസറാണ്. ഡിസ്ക് ബ്രേക്കൊക്കെ വരുന്ന ഈ വണ്ടി നല്ല വണ്ടിയാണ്, ക്ലീൻ വണ്ടിയാണ്. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, കിലോമീറ്റർ ഒന്ന് നോക്കിയിട്ട് പറയാം. 2024 പൾസർ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടിയാണെങ്കിൽ ഏകദേശം 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിയുടെ വില വെറും 78,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 78,000 രൂപ. അതേപോലെ തന്നെ ജിക്സറിൻ്റെ കുറഞ്ഞ മോഡൽ ജിക്സറാണ്, നല്ല കണ്ടീഷനായിട്ടുള്ള 2016 മോഡൽ ജിക്സറാണ്. 2016 മോഡൽ ജിക്സർ SF എന്ന് പറഞ്ഞ ഈ മോഡലിൻ്റെ വില വെറും 35,000 രൂപയാണ്. വണ്ടി നല്ല നീറ്റാണ്. അതേപോലെ തന്നെ ജിക്സർ തന്നെ 2017 മോഡൽ ജിക്സറുണ്ട് SF, നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജിക്സർ തന്നെ 2018 മോഡലാണ്. ഏകദേശം നമുക്കൊരു ഈ വണ്ടി 45,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ജിക്സർ SF നല്ല കണ്ടീഷൻ വണ്ടികളാണ്. അതേപോലെ തന്നെ ഗ്ലാമർ 2017 മോഡൽ ഹീറോയുടെ ഗ്ലാമർ നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 32,000 രൂപയ്ക്ക് കൊടുക്കാം. പിന്നെ ഹീറോയുടെ പ്ലാറ്റിന CT100 അങ്ങനെയുള്ള കുറേ വണ്ടികളും കൂടി ഇരിപ്പുണ്ട്. ഡീറ്റെയിൽസ് തരാം. 2023 പ്ലാറ്റിന നല്ല കണ്ടീഷൻ വണ്ടി. പ്ലാറ്റിനയുടെ നല്ല വണ്ടിയാണ്, 100cc വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടി. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും 65,000 രൂപയ്ക്ക് കൊടുക്കാം. 65,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അടുത്ത് വരുന്നതാണെങ്കിൽ പൾസർ 2018 വണ്ടി 38,000 രൂപ. അത് പൾസർ 220 2018 220 ആണ്. ഏകദേശം ഒരു 55,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഇതൊക്കെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്, 10 രൂപയ്ക്ക് അടച്ചാൽ ലോൺ കിട്ടും. അതേപോലെ തന്നെ 2019 മോഡൽ പൾസറാണ്, 150 ആണ്, നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2018 മോഡൽ NS200 ആണ്. ഈ NS200 നല്ല പക്ക വണ്ടിയാണ്, 15 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റും. വണ്ടി നല്ല നീറ്റ് വണ്ടി. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 2018 വണ്ടി നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. 78,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഷോറൂം കണ്ടീഷനായിട്ടുള്ള 2022 NSൻ്റെ 160 ആണ്, പുതുപുത്തൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 85,000 രൂപയ്ക്ക് 2022 വണ്ടി കൊടുക്കാൻ പറ്റും, പക്ക വണ്ടി. അതേപോലെ തന്നെ പൾസർ 150 2022 വണ്ടിയാണ്, നമുക്ക് ഏകദേശം 75,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല നീറ്റ് വണ്ടി, അതിൽ 75,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ പൾസർ തന്നെ NS തന്നെ 2019 വണ്ടിയാണ്, റെഡ് കളർ വണ്ടി, നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണെങ്കിലും നമുക്ക് NSൻ്റെ 160 ആണെന്ന് തോന്നണേ. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 2014 പാഷൻ പ്രോ ഉണ്ട്, 28,000 രൂപയ്ക്ക് കൊടുക്കാം. 2014. അതേപോലെ തന്നെ പ്ലാറ്റിന CT100 ഇനിയും കുറേ അധികം വണ്ടികൾ കൂടിയുണ്ട്. സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട്, 2021 സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട്, ഏകദേശം 60,000 രൂപയാണ്. പിന്നെ പ്ലാറ്റിന ഇരിക്കുന്നുണ്ട്, 2022 പ്ലാറ്റിന ഇരിപ്പുണ്ട്, 60,000 രൂപ. അതുപോലെ തന്നെ ഈ പ്ലാറ്റിന ആണെങ്കിൽ ഏകദേശം 2023 പുതുപുത്തൻ പ്ലാറ്റിനയാണ്, ഏകദേശം 70,000 രൂപ, 65,000 രൂപ. അങ്ങനെയാണ് പ്ലാറ്റിന വരുന്നത്. ഏകദേശം പ്ലാറ്റിന CT100 അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5,000 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ അധികം വണ്ടികളുണ്ട്. ഈ ഫുള്ളുള്ള എല്ലാ വണ്ടികളും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടും അപ്പോൾ സമയം അധികം ആയതുകൊണ്ടും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നന്ദി, നമസ്കാരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് വണ്ടി വന്ന് ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നമുക്ക് ലോൺ അവൈലബിൾ ആണ്. ലോണിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിൽ തന്നെ നമുക്ക് അന്ന് തന്നെ വണ്ടി നിങ്ങൾ വന്ന് വണ്ടിയുടെ ലോണും റെഡിയാക്കി അന്ന് തന്നെ നിങ്ങൾക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്താണെങ്കിലും നിങ്ങൾ വരിക, വന്ന് നോക്കുക. എന്തെങ്കിലും ഞങ്ങളുടെ 2 നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പറിൽ വിളിക്കുക. നമ്മൾ ഈ തിരക്കായതുകൊണ്ട് 1-2 പ്രാവശ്യം വിളിച്ച് കിട്ടിയില്ലെങ്കിലും വീണ്ടും ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും നമ്മൾ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.